നിങ്ങളുടെ ജ്വല്ലറിക്ക് BIS രജിസ്ട്രേഷൻ നേടുവാനായി ആദ്യമായി BISന്റെ ഓൺലൈൻ പോർട്ടലിലേക്ക് പോവുക. www.manakonline.in എന്ന വെബ്സൈറ്റിലേക്ക് പോവുക. ഇതാണ് വെബ്സൈറ്റിൻ്റെ ഹോം പേജ്. ഇവിടെ ഹോൾമാർക്കിംഗ് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തും. അവിടെ ടോപ്പ് റൈറ്റ് സൈഡിൽ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ പുതിയൊരു ലൈസൻസ് എടുക്കുവാനായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID ഫില്ലപ്പ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കുക, ഇമെയിൽ ID ഫില്ലപ്പ് ചെയ്യേണ്ടത് സ്ഥിരമായി നിങ്ങൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ID തന്നെ ഫില്ലപ്പ് ചെയ്യണം. അതേപോലെ ഇമെയിൽ ID വീണ്ടും എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ലോഗിൻ അക്കൗണ്ടിന് വേണ്ടിയിട്ട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ആ പാസ്വേഡ് വീണ്ടും കൺഫേം ചെയ്യുക. നിങ്ങളുടെ ജ്വല്ലറിയുടെ ആരാണോ അതിൻ്റെ ഡയറക്ടർ, മാനേജിങ് ഡയറക്ടർ, പ്രൊപ്പറേറ്റർ, മാനേജിങ് പാർട്ട്ണർ, അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ലപ്പ് ചെയ്യുക. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ കൊടുക്കുക. നാഷണാലിറ്റി, ഈ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്യുക. അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്യുക. സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കും ഒരു വെരിഫിക്കേഷൻ ലിങ്ക് ഫോർവേഡ് ചെയ്യും സൈറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ അക്കൗണ്ട് വെരിഫിക്കേഷനായിട്ട് ഇതുപോലൊരു മെയിലായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. രജിസ്റ്റർ വെരിഫിക്കേഷൻ എന്ന പേരിൽ no_reply@bis.org.in എന്ന മെയിൽ IDയിൽ നിന്നായിരിക്കും ആ മെയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് നിങ്ങൾ അക്കൗണ്ട് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ടോപ്പിൽ ഡിയർ ഡാഷ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം. അപ്പോൾ ഈ യൂസർ നെയിം ഉപയോഗിച്ചായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ആയിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ കൊടുത്ത ഇമെയിൽ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ് പോർട്ടൽ. നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്തതിന് ശേഷം ഹോം പേജിലേക്ക് പോവുക. അവിടെ ഹോൾമാർക്കിംഗ് എന്ന ഓപ്ഷൻ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ റൈറ്റ് ടോപ്പിലായിട്ടുള്ള ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ നേരത്തെ കൊടുത്ത യൂസർ IDയും പാസ്വേഡും എൻ്റർ ചെയ്യുക. ഇവിടെ നിങ്ങൾക്കൊരു എറർ കാണാം. ലോഗിൻ വിത്ത് യുവർ യൂസർ നെയിം എന്ന് പറഞ്ഞ എററാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എറർ വരുന്ന സമയത്ത് നിങ്ങളുടെ മെയിൽ IDയിൽ നേരത്തെ രജിസ്ട്രേഷൻ വെരിഫിക്കേഷനായിട്ട് വന്ന മെയിൽ ID നോക്കുകയാണെങ്കിൽ അതിൽ നിങ്ങളുടെ യൂസർ നെയിം ഇവിടെ വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ യൂസർ നെയിം. അപ്പോൾ ഇത് കോപ്പി ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുന്ന പേജിൽ യൂസർ നെയിമിൻ്റെ അവിടെ ഇത് എൻ്റർ ചെയ്യാം.
അതിനുശേഷം നിങ്ങൾ നേരത്തെ കൊടുത്ത അതേ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഹോൾമാർക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പുതിയൊരു ജൂവലർ ലൈസൻസ് എടുക്കാനായി അപ്ലൈ ഫോർ ന്യൂ ലൈസൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ജുവലറിയുടെ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ കാണുന്നത് പുതിയ ഔട്ട്ലെറ്റിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷന് വേണ്ടിയുള്ള ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഗോൾഡിന് വേണ്ടിയിട്ട് ലൈസൻസ് ഉണ്ട്. ആ ഒരു ഔട്ട്ലെറ്റിൽ സിൽവറിന് വേണ്ടി ലൈസൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിൽവറിനുള്ള ഓപ്ഷനും ഉണ്ട്, ഗോൾഡിനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ എത്ര ഔട്ട്ലെറ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ സെലക്ട് ചെയ്യണം. പിന്നെ ഏത് സെക്ടറാണ്, പബ്ലിക്, പ്രൈവറ്റ്. പിന്നെ നിങ്ങളുടെ ഫേമിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക ഓരോന്നായിട്ട്. ടേൺ ഓവർ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ജ്വല്ലറി എവിടെയാണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളതെന്നുള്ള അതിൻ്റെ ലൊക്കേഷൻ കോർഡിനേറ്റ്സ് എൻ്റർ ചെയ്യണം. ഇവിടെ ലൊക്കേഷൻ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ ഏതാണോ നിങ്ങളുടെ ജ്വല്ലറിയുടെ ലൊക്കേഷൻ അത് കാണാൻ കഴിയും അതിൽ. ഇപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്സിൽ നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണോ എന്നുള്ളത് അവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നിങ്ങളുടെ ലൊക്കേഷൻ എന്ന് വരുന്നതെങ്കിൽ ആ ഒരു ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കോർഡിനേറ്റ്സ് ഇവിടെ താഴെയായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കോർഡിനേറ്റ്സ് ആണ് അവിടെ എൻ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ കോർഡിനേറ്റ്സ് എൻ്റർ ചെയ്യുക അവിടെ. നിങ്ങളുടെ GST നമ്പർ ഉണ്ടെങ്കിൽ GST നമ്പർ എൻ്റർ ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ്, മാനേജ്മെൻറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യണം. കോൺടാക്ട് ഡീറ്റെയിൽസ്, ആരെയാണ് എന്തെങ്കിലും ആവശ്യത്തിന് കോൺടാക്ട് ചെയ്യേണ്ടതെന്നുള്ള അവരുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അവരുടെ കോൺടാക്ട് നമ്പർ, അവരുടെ ഇമെയിൽ ID എൻ്റർ ചെയ്യുക. ടെലിഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. എന്തെങ്കിലും BIS ലൈസൻസ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യണം. പിന്നെ എന്തെങ്കിലും കൺവിക്ഷൻസോ ക്യാൻസലേഷൻ ഓഫ് ലൈസൻസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പേജിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട പേജാണ്. ഇവിടെ ഓരോരോ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. പ്രൂഫ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കമ്പനി ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന പേജിൽ ടോപ്പിലായിട്ട് ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണ് നമ്മൾ BIS അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഡോക്യുമെൻ്റ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ടിക്ക് മാർക്ക് വരും. അതിനുശേഷം അപ്ലോഡ് ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ് താഴെ ഇവിടെ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് അപ്ലോഡ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനുശേഷം അടുത്ത ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാം. അടുത്തതെന്ന് പറഞ്ഞാൽ അഡ്രസ് പ്രൂഫാണ്. അപ്പോൾ അഡ്രസ് പ്രൂഫിന് ഏതൊക്കെ ഡോക്യുമെൻ്റാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് ഡോക്യുമെൻ്റ് ആണോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്തതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യുക അവിടെ. അടുത്തായിട്ട് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ഓഫ് സിഗ്നറ്ററി. ആരാണോ ഓതറൈസ് സിഗ്നറ്ററി അവരുടെ ID പ്രൂഫാണ് വേണ്ടത്. അപ്പോൾ ഏത് ID പ്രൂഫാണ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യുക അവിടെ.
അടുത്തത് ഒരു ലൊക്കേഷൻ മാപ്പാണ്. നിങ്ങളുടെ ജ്വല്ലറി എവിടെയാണ് ലൊക്കേറ്റ് എന്നുള്ള ഒരു മാപ്പാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. പ്രിഫറബിളി ഗൂഗിൾ മാപ്പ് തന്നെ അപ്ലോഡ് ചെയ്താൽ മതിയാവും. ആനുവൽ ടേൺ ഓവറിൻ്റെ പ്രൂഫാണ്. ആനുവൽ ടേൺ ഓവറിൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രീവിയസ് GST റിട്ടേൺ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണ് ഉള്ളതെന്നുള്ളത്. ഒന്നുകിൽ GST റിട്ടേൺ, പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ GST റിട്ടേൺ. പുതിയ ഫേം ആണെങ്കിൽ ഒരു അണ്ടർടേക്കിംഗ് സബ്മിറ്റ് ചെയ്താൽ മതിയാവും. കോർപ്പറേറ്റ് ലൈസൻസ് ആണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും ലോഗോ അല്ലെങ്കിൽ ഐഡൻറ്റി മാർക്ക് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ഡിക്ലറേഷൻസ് എല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം അക്സെപ്റ്റ് ചെയ്യുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത പേജിലായിട്ട് നിങ്ങളുടെ ഔട്ട്ലെറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഫില്ലപ്പ് ചെയ്യേണ്ടത്. ആദ്യം ഫില്ലപ്പ് ചെയ്തത് നിങ്ങളുടെ ഓഫീസ് അഡ്രസ്സും ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഫില്ലപ്പ് ചെയ്തത്. അടുത്തതായിട്ട് നിങ്ങളുടെ ഔട്ട്ലെറ്റ് എവിടെയാണോ ജ്വല്ലറി ഷോപ്പ് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആഡ് ഔട്ട്ലെറ്റ് കൊടുക്കുക. ഔട്ട്ലെറ്റിൻ്റെ പേരും ഫേം അഡ്രസ്സും ഔട്ട്ലെറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ സെയിം എസ് ഫേം അഡ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫില്ലപ്പ് ആയിക്കോളും. ഔട്ട്ലെറ്റിൻ്റെ പേര് ആദ്യം ഫില്ലപ്പ് ചെയ്യണം. ടേൺ ഓവർ സെലക്ട് ചെയ്യണം. അതിനുശേഷം സെയിം എസ് ഫേം അഡ്രസ് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഫില്ലപ്പ് ആയിക്കോളും. അതിനുശേഷം കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നുകൂടി കൊടുക്കുക. അതിനുശേഷം സേവ് കൊടുക്കുക. ഇപ്പോൾ ഔട്ട്ലെറ്റ് ഡീറ്റെയിൽസ് സേവ് ആയി കഴിഞ്ഞു. അതിനുശേഷം നെക്സ്റ്റ് പേജിലോട്ടേക്ക് പോവുക. ഇപ്പോൾ ഫീ പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി BIS ഫീ വേവ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫീസ് ഒന്നും ഇല്ല. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് കൂടി സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആവുന്നതാണ്.